ബ്ലാസ്റ്റേഴ്സിന്റെ 2024-25 സീസൺ ഏതെങ്കിലും TV ഷോയോ സീരിയലോ ആവേണ്ടതായിരുന്നു. കാരണം ഈ ഫുൾ സീസൺ ഭയങ്കര ഡ്രാമയായിരുന്നു. സെപ്റ്റംബർ 15, 2024 തുടങ്ങി 12 മാർച്ച് 2025 എൻഡ് ചെയ്ത ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് സത്യം പറഞ്ഞാൽ അത്ര ഒരു മെമ്മറബിൾ സീസണൊന്നും ആയിരുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ സീസൺ ബ്ലാസ്റ്റേഴ്സിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചാണ് ബ്ലാസ്റ്റേഴ്സിന് മിസ്റ്റേക്ക് പറ്റിയത്? ആൻഡ് ഈ സീസൺ റിവ്യൂ ഇതൊക്കെ കണ്ടുപിടിക്കാനാണ്. Here we go. ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രാമ പഞ്ചാബ് സിറ്റിയായിട്ടുള്ള ഫസ്റ്റ് മാച്ചിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്തതാണ്. സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോർഡ് മാനേജറായ ഇവാൻ വുക്കമനോവിച്ചിനെ സാക്ക് ചെയ്യും. ഇവാൻ മാനേജറായ 3 സീസണും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ്സിലെത്തി. ആൻഡ് ഇവാൻ്റെ ഫസ്റ്റ് സീസണിൽ ഫൈനലിലും. ചിലപ്പോൾ 3 ചാൻസ് കിട്ടിയിട്ടും ട്രോഫി ഒന്നും ജയിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഇവാനെ KBFCയുടെ ബോർഡ് സാക്ക് ചെയ്തത്. എനിവേസ്, ഇവാനെ സാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് KBFCയുടെ ബോർഡ് പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്ത മാനേജറാണ് സ്വീഡനിൽ നിന്ന് വന്ന മിക്കാൽ സ്റ്റെഹറെ. ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ KBFCയുടെ ഓൾ ടൈം ടോപ്പ് സ്കോറായ ഡിമിട്രിയസ് ഡിയമാൻഡഗോസ് ക്ലബ്ബ് ലീവ് ചെയ്യും. ഇതിൻ്റെ ഒപ്പം തന്നെ ലെസ്കോവിച്ചും ഫെഡോർ സെർണിച്ചും ജീക്സനും ക്ലബ്ബ് ലീവ് ചെയ്യും. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആരായിരിക്കും ഡിമിയുടെ റീപ്ലേസ്മെന്റ് എന്നായിരുന്നു. ആൻഡ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്പാനിഷ് ഇന്റർനാഷണലായ ഹെസൂസ് ഹിമിനേസ് ആയിരുന്നു. ഹിമിനേസിനോട് എനിക്ക് ആകെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ബ്രദർ, താങ്കളോട് എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. ഡിമീനെ പ്രോപ്പറായിട്ട് റീപ്ലേസ് ചെയ്ത് ഹിമിനേസ് ഈ സീസൺ ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോററായി. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സും. ബ്ലാസ്റ്റേഴ്സിന്റെ വേറെ സൈനിങ്സ് ആയിരുന്നു സോംകുമാർ, ലാൽത്തൻ മാവിയ ആൻഡ് കഴിഞ്ഞ സീസൺ ബ്ലാസ്റ്റേഴ്സിലെ ലോണിന് കളിച്ച നവോച സിംഗും. ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റർനാഷണൽ സൈനിങ്സ് ആയിരുന്നു അലക്സാണ്ടർ കോഫ് ആൻഡ് ഈ സീസണിലെ പെർഹാപ്സ് ഏറ്റവും ബെസ്റ്റ് സൈനിങ് നോവ സഡോയി. ഡുറൻ കപ്പിലെ ക്വാർട്ടർ ഫൈനൽസിൽ വരെ എത്തിയ ബ്ലാസ്റ്റേഴ്സ് ISL സീസൺ സ്റ്റാർട്ട് ചെയ്ത് പഞ്ചാബ് FCനെ ഫേസ് ചെയ്താണ്. ആൻഡ് ആ മാച്ച് ബ്ലാസ്റ്റേഴ്സ് 2-1 പൊട്ടുകയും ചെയ്തു. ലാസ്റ്റ് 10 മിനിറ്റിലാണ് ഈ കളിയിലെ 3 ഗോൾസും കയറിയത്. പഞ്ചാബ് സിറ്റി ലീഡ് എടുത്ത കളിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഹെസൂസ് ഹിമിനേസ് ഈക്വലൈസ് ചെയ്യും. ആൻഡ് കളിയുടെ ഇഞ്ചുറി ടൈമിൽ പഞ്ചാബ് സിറ്റി വിന്നർ സ്കോർ ചെയ്യും. സെക്കൻഡ് മാച്ച് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC. ഈ മാച്ചിൽ ഈസ്റ്റ് ബംഗാൾ ലീഡ് എടുക്കുമെങ്കിലും നോവ സഡോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈക്വലൈസ് ചെയ്യും. ആൻഡ് ബെഞ്ചിൽ നിന്ന് വന്ന പെപ്ര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിന്നർ സ്കോർ ചെയ്യും. 2024-25 ISL സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ഫസ്റ്റ് വിന്ന്. തേർഡ് മാച്ച് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ടൈറ്റ് ആയിട്ടുള്ള ഈ മാച്ചിൽ അജറെ ആയിരിക്കും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ലീഡ് കൊടുക്കുന്നത്. ഒരു ഫ്രീ കിക്ക് ആൻഡ് ആ ഫ്രീ കിക്കിൽ നിന്ന് സച്ചിൻ സുരേഷിന്റെ മിസ്റ്റേക്കും. ബ്ലാസ്റ്റേഴ്സിന്റെ ഗെയിമിൽ ഒരു കോമൺ പാറ്റേൺ ഉണ്ടായിരുന്നു. കളിയുടെ സ്റ്റാർട്ടിങ്ങിൽ നല്ലോണം കളിക്കും, പക്ഷെ ഗോൾ സ്കോർ ചെയ്യില്ല. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻഡേഴ്സ് എന്തെങ്കിലും മണ്ടത്തരം കാണിക്കും, അതിൽ നിന്ന് മറ്റേ ടീം സ്കോർ ചെയ്യും. പിന്നെ ഫുൾ കളി ബ്ലാസ്റ്റേഴ്സ് ഈക്വലൈസ് ചെയ്യാൻ നോക്കും. ചില കളികളിൽ ബ്ലാസ്റ്റേഴ്സ് ഈക്വലൈസറും വിന്നറും സ്കോർ ചെയ്യും. ആൻഡ് വേറെ ചില ഗെയിംസിലാണെങ്കിലോ ബ്ലാസ്റ്റേഴ്സ് കഷ്ടപ്പെട്ട് ഈക്വലൈസർ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഡിഫൻഡേഴ്സ് പിന്നെ മിസ്റ്റേക്ക് ഉണ്ടാക്കി ആ കളി പൊട്ടും. സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും, ഗോൾ സ്കോർ ചെയ്യില്ല ആൻഡ് ഡിഫൻഡേഴ്സ് മിസ്റ്റേക്ക് ഉണ്ടാക്കും. റിപ്പീറ്റ് റിപ്പീറ്റ് റിപ്പീറ്റ്. ഒക്ടോബറിൽ ഒഡീഷയുടെ കളിയിൽ ബ്ലാസ്റ്റേഴ്സ് 25 മിനിറ്റ് ആവുന്നതിന് മുമ്പ് 2-0 ലീഡ് എടുക്കും. ഈ 2-0 ലീഡ് എടുത്ത് കഴിഞ്ഞിട്ട് കളി 2-2 എൻഡ് ചെയ്യും. #കേരള ബോട്ടിലേഴ്സ് FC. ഒക്ടോബർ 20 ബ്ലാസ്റ്റേഴ്സിന് എവേ മാച്ച് ആയിരിക്കും വേഴ്സസ് മുഹമ്മദീൻ FC. മുഹമ്മദീൻ ലീഡ് എടുക്കുമെങ്കിലും ബെഞ്ചിൽ നിന്ന് വന്ന പെപ്ര എഗെയിൻ ഈക്വലൈസർ സ്കോർ ചെയ്യും. ആൻഡ് ഹിമിനേസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള വിന്നറും സ്കോർ ചെയ്യും. പക്ഷെ ഈ കളിനെ കുറിച്ച് പറയുമ്പോൾ പെപ്രയുടെ ഹിമിനേസിന്റെ ഗോൾ ആയിരിക്കില്ല ആൾക്കാരെ ഓർക്കുന്നത്. ഹിമിനേസിന്റെ വിന്നിംഗ് ഗോൾ കണ്ടിട്ട് മുഹമ്മദീന്റെ ഫാൻസ് പിച്ചിലേക്ക് ചെരുപ്പും ബോട്ടിലും കല്ലൊക്കെ എറിയാൻ തുടങ്ങി. ആൻഡ് അങ്ങനെ റഫറിക്ക് ഈ മാച്ച് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടിയും വന്നു. ഈ മാച്ച് കണ്ടിട്ട് ISL ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഈ റിയാക്ഷന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. 25 ഒക്ടോബർ JLN സ്റ്റേഡിയം, കൊച്ചി. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് റൈവൽസ് ആയിട്ടുള്ള മാച്ച്. ഹോം മാച്ചും തന്റെ ഏറ്റവും ക്ലോസസ്റ്റ് റൈവൽസ് ആയതുകൊണ്ടും ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഒരു നല്ല പെർഫോമൻസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് ഫാൻസ് ഈ മാച്ച് കാണാൻ പോയത്. ആൻഡ് മാച്ച് തുടങ്ങി 2.5 മിനിറ്റ് ആകുമ്പോഴേക്കും ഈ എക്സ്പെക്ടേഷൻസ് എല്ലാം തെറ്റായിരുന്നു എന്ന് ഫാൻസിന് മനസ്സിലാവും. ഈ മാച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ സ്റ്റേഡിയത്തിലെത്താൻ ലേറ്റായി. ആൻഡ് ഞാൻ ഇരിക്കേണ്ട സ്റ്റാൻഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂർ FC സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും പ്രീതം കോട്ടാലിന്റെ ഒരു മിസ്റ്റേക്ക്. KBFC പ്ലെയർ ആയ പെറേറ ഡിയാസ്.
KBFCക്ക് വേണ്ടി കിട്ടിയ പെനാൽറ്റിയിൽ നിന്ന് ഹിമിനേസ് സ്കോർ ചെയ്ത് ഈക്വലൈസ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് കളിച്ചെങ്കിലും വേറെ ഡിഫൻസീവ് മിസ്റ്റേക്കിൽ നിന്ന് എഡ്ഗാർ മെൻഡേസ് 2 ഗോൾ സ്കോർ ചെയ്ത് ബാംഗ്ലൂർ FC 3-1 ജയിക്കും. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ FC ഫാൻസിന്റെ ഊക്കലും കപ്പില്ല, പക്ഷെ ഡയലോഗ് അടിക്കുന്ന കപ്പില്ല കോപ്പില്ല എന്തിനാ വരുന്ന ഒരു കാര്യമില്ല. ഈ സീസൺ ഫുള്ള് നോക്കിയാൽ തന്നെ നമുക്ക് KBFC പ്ലേയേഴ്സിന്റെ മണ്ടത്തരങ്ങൾ വെച്ച് ഒരു 3 മണിക്കൂർ വീഡിയോ എങ്കിലും ഉണ്ടാക്കാൻ പറ്റും. വേറൊരു എക്സാമ്പിള് മുംബൈ സിറ്റി ആയിട്ടുള്ള മാച്ചിലുണ്ടായിരുന്നു. മുംബൈ സിറ്റി 2-0 ലീഡ് എടുത്തെങ്കിലും ഹിമിനേസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്ത് 2-1 ആക്കും. ആൻഡ് 70th മിനിറ്റില് പെപ്ര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള ഈക്വലൈസർ സ്കോർ ചെയ്യും. ഗോൾ അടിച്ചതിന്റെ സന്തോഷത്തില് പെപ്ര ഷട്ടൂരി സെലിബ്രേറ്റ് ചെയ്യും. ഒരു എവേ മാച്ച് 2-0 ഡൗണിൽ നിന്ന് നമ്മൾ 2-2 ആക്കി. ആരായാലും ഷട്ടൂരി സെലിബ്രേറ്റ് ചെയ്തു പോകും. പക്ഷെ ആകെ ഒറ്റ കുഴപ്പം ഉണ്ടായിരുന്നുള്ളൂ, പെപ്രയ്ക്ക് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സെലിബ്രേഷൻ കാരണം പെപ്രയ്ക്ക് സെക്കൻഡ് യെല്ലോ കാർഡ് കിട്ടും. എക്സ്ട്രാ ആൾ ലൈൻ അഡ്വാൻറ്റേജ് മുംബൈ സിറ്റി ഉപയോഗിക്കും. ആൻഡ് കഷ്ടപ്പെട്ട് 2-2 ആക്കിയ ഈ കളി ബ്ലാസ്റ്റേഴ്സ് 4-2 പൊട്ടുകയും ചെയ്യും. 24th നവംബറിൽ ചെന്നൈനായിട്ട് കളിച്ച മാച്ചിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വരുന്നത്. ഹിമിനേസ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യും. നോവ സ്കോർ ചെയ്ത് 2-0 ആക്കും. ആൻഡ് രാഹുൽ KP 3rd ഗോൾ സ്കോർ ചെയ്ത് 3-0. നൗ ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് കണ്ട് ബ്ലാസ്റ്റേഴ്സിന് എല്ലാം ക്ലിക്ക് ആവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അടുത്ത 3 കളി FC ഗോവയായിട്ട് 1-0 ഡിഫീറ്റ്, ബാംഗ്ലൂരുമായിട്ട് 4-2 ഡിഫീറ്റ്, മോഹൻ ബഗാനായിട്ട് 3-2 ഡിഫീറ്റ്. ആൻഡ് മോഹൻ ബഗാനായിട്ടുള്ള ഈ ഡിഫീറ്റ് കണ്ട് 2 ഇയർ കോൺട്രാക്ട് കൊടുത്ത് സൈൻ ചെയ്ത മിക്കൽ സ്റ്റെഹ്റേനെ KBFC സാക്ക് ചെയ്യും. ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ററിം കോച്ചായത് TG പുരുഷോത്തമനും തോമസ് കോഴ്സുമാണ്. ഇവരുടെ അടിയിൽ മുഹമ്മദിനായിട്ടുള്ള ഫസ്റ്റ് ഗെയിം ബ്ലാസ്റ്റേഴ്സ് 3-0 ജയിക്കും. ISL പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ പോയിന്റ് തൊട്ട് സീസണിന്റെ എൻഡ് വരെ പെർഫെക്റ്റ് ആയിരിക്കണം. ആൻഡ് തൊട്ടടുത്ത ഗെയിം തന്നെ ജംഷഡ്പൂരായിട്ട് ബ്ലാസ്റ്റേഴ്സ് 1-0 തോക്കും. പക്ഷെ ഈ മാച്ച് കഴിഞ്ഞിട്ട് ബ്ലാസ്റ്റേഴ്സ് ഫോം പിക്ക് ചെയ്യും. പഞ്ചാബിനെ 1-0 ബ്ലാസ്റ്റേഴ്സ് ബീറ്റ് ചെയ്യും. ഒഡീഷനെ 3-2, നോർത്ത് ഈസ്റ്റ് ആയിട്ട് 0-0. ഓൾദോ ഈസ്റ്റ് ബംഗാൾ 2-1 തോക്കുമെങ്കിലും അടുത്ത ഗെയിം ചെന്നൈനെ ബ്ലാസ്റ്റേഴ്സ് 3-1 തോൽപ്പിക്കും. ആൻഡ് അങ്ങനെ ISL ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് മറീന അറീനയിൽ ചെന്ന് ചെന്നൈനെ തോൽപ്പിക്കും. പക്ഷെ ഈ മാച്ച് കണ്ട് എല്ലാവരും സംസാരിക്കുന്നത് വേറൊന്നിനെ കുറിച്ചായിരുന്നു. കളിയുടെ ഏറ്റവും എൻഡില് സബായിട്ട് വന്ന നോവ സഡോവി തന്റെ ടീംമേറ്റിന് പാസ് ചെയ്യാണ്ട് ഷൂട്ട് ചെയ്യും. ഇത് കണ്ട ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണ നോവ സഡോവിന്റെ അടുത്ത് നിന്ന് ദേഷ്യപ്പെടും. ആൻഡ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് അടിയാവും. ഈ ഇൻസിഡന്റ് കണ്ട് കുറെ പേര് നോവ ഭയങ്കര സെൽഫിഷാണെന്നും നോവ കാണിച്ചത് വൻ തെണ്ടിത്തരമാണെന്നും പറഞ്ഞു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് വരെ നോക്കുവാണെങ്കിൽ നോവ സഡോവി ഇത് കഴിഞ്ഞിട്ട് ഒറ്റ മാച്ച് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള എല്ലാ ഹോപ്പും അടുത്ത 2 മാച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാവും. മോഹൻ ബഗാനായിട്ടുള്ള 3-0 ഡിഫീറ്റ് ആൻഡ് ഗോവയായിട്ടുള്ള 2-0 ഡിഫീറ്റ്. പിന്നെ സീസണിലെ ബാക്കി 3 കളി വെറും ഫോർമാലിറ്റി ആയിരുന്നു. സീസണിലെ ഏറ്റവും അവസാനത്തെ ഹോം മാച്ചില് KBFC മുംബൈ സിറ്റിനെ 1-0 തോൽപ്പിച്ചു. ആൻഡ് ഈ മാച്ചിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ISL സ്റ്റാർട്ട് ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ലോവസ്റ്റ് ഹോം അറ്റൻഡൻസ് ആണ് ഈ മാച്ചിൽ ഉണ്ടായിരുന്നത്. ഹൈദരാബാദായിട്ടുള്ള ലാസ്റ്റ് മാച്ച് 1-1 ഡ്രോ ആയി. ആൻഡ് 2024-25 സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്ത് 8th. സീസണിന്റെ ഇടയിൽ വെച്ചും ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സീസണിന്റെ സ്റ്റാർട്ടിംഗിൽ സൈൻ ചെയ്ത അലക്സാണ്ടർ കോവഫിനെ ബ്ലാസ്റ്റേഴ്സ് സെല് ചെയ്യും. ഡൂസൺ ലെഗോട്ടോറിനെയാണ് റീപ്ലേസ്മെന്റ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണത്. പ്രീതം കോട്ടലിനെ ചെന്നൈയിൻ FC ബ്ലാസ്റ്റേഴ്സ് സെല് ചെയ്യും. ചെന്നൈയിൻ FCക്ക് അങ്ങനെ തന്നെ വേണം. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി KBFCയുടെ സ്വന്തം മലയാളി താരമായ രാഹുൽ KPനെ ഒഡീഷ FC സെല് ചെയ്യും. ഇനി ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് 3 ബെസ്റ്റ് പെർഫോമേഴ്സ്, ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്. വിപിൻ മോഹനന്റെ മിഡ്ഫീൽഡ് പാർട്ണർ അലക്സാണ്ടർ കോഫ് ആയാലും ധനീഷ് ഫറൂഖ് ആയാലും ലൂണ ആയാലും വിപിൻ മോഹൻ ആ മിഡ്ഫീൽഡിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. സെക്കൻഡ്, ഹെസൂസ് ഹിമിനേസ്. ഡിമീനെ ഈ സീസണിന്റെ സ്റ്റാർട്ടിംഗിൽ സെല് ചെയ്തപ്പോൾ എല്ലാവരും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ആരായിരിക്കും ഡിമിയുടെ ഗോൾസ് റീപ്ലേസ് ചെയ്യാൻ പോണതെന്ന്. ആൻഡ് ഹെസൂസ് ഹിമിനേസ് ഡിമിക്കുള്ള പെർഫെക്റ്റ് റിപ്ലേസ്മെന്റ് ആയിരുന്നു. ആൻഡ് നമ്പർ 1 നോവ സഡോയി. ഈ സീസണിൽ ചില പോയിന്റില് നോവ അൺപ്ലേയബിൾ ആയിരുന്നു. യെസ്, ചില സമയത്ത് നോവ സെൽഫിഷാന്നൊക്കെ കുറെ പേര് പറഞ്ഞു.
പക്ഷെ എൻ്റെ ഒപ്പീനിയനിൽ എല്ലാ അറ്റാക്കിംഗ് പ്ലേയേഴ്സും ഒരു ഡിഗ്രി വരെ സെൽഫിഷ് ആണ്. സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോവയുടെ ആ പെർഫോമൻസസ് ഇല്ലായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 8th പോലും ഫിനിഷ് ചെയ്യില്ല. ഇനി ഈ സീസണിലെ വേഴ്സ്റ്റ് 3 പെർഫോമേഴ്സ്. സന്ദീപ് സിംഗ്. ബോക്സിൽ KBFCയുടെ 5 പ്ലെയേഴ്സ്. സന്ദീപ് സിംഗിന്റെ കാലില് ബോള്, പക്ഷെ പുള്ളിയുടെ ക്രോസ് ഇവരാരെയും ഫൈൻഡ് ചെയ്യില്ല. ഇതൊരൊറ്റ ഗെയിമിലൊന്നും അല്ല കേട്ടോ, പല ഗെയിംസിൽ ഈ സെയിം സിറ്റുവേഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്പർ 2 സച്ചിൻ സുരേഷ്. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് ഒരു ക്വസ്റ്റ്യൻ, എത്ര സച്ചിൻ സുരേഷ് മിസ്റ്റേക്ക് കഴിഞ്ഞാലാണ് നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതിയ ഗോൾ കീപ്പർ വേണം എന്നുള്ള ഒപ്പീനിയനിൽ എത്താൻ പോണത്? ആൻഡ് നമ്പർ 1 ഈ സീസണിലെ എൻ്റെ ഒപ്പീനിയനിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വേഴ്സ്റ്റ് പ്ലെയർ പ്രീതം കോട്ടാൽ. സീസണിന്റെ പകുതിയായപ്പോൾ പ്രീതം കോട്ടാൽ ചെന്നൈ FC പോയെന്ന് എനിക്കറിയാം, പക്ഷെ ഐ ഡോണ്ട് കെയർ. ആ സഹലിനെ സ്വാപ്പ് ചെയ്ത് പ്രീതം കോട്ടാലിനെ സൈൻ ചെയ്താണ് KBFCക്ക് പറ്റിയ ഏറ്റവും വലിയ സ്കാം. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് KBFCയുടെ 2024-25 സീസൺ റിവ്യൂ. നിങ്ങളുടെ ഒപ്പീനിയനിൽ KBFCയുടെ ഈ സീസണിലെ ടോപ്പ് 3 ബെസ്റ്റ് പെർഫോമേഴ്സും ടോപ്പ് 3 വേഴ്സ്റ്റ് പെർഫോമേഴ്സും ആരാന്ന് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.